നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുന്നത് ചേച്ചിക്ക് സഹിക്കില്ല. ഞാൻ കണിമംഗലത്ത് വന്നതും ഇത്രയും വലിയ അവസ്ഥയിൽ ജീവിക്കുന്ന ഒന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ പറയരുത് മോളെ. നിന്റെ ജീവിതത്തിന് വേണ്ടി അവള് പ്രാർത്ഥിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അല്ല, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? പ്രിയങ്കയുടെ ജീവിതത്തിന് വേണ്ടി രാധിക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പ്രിയങ്ക ജീവിക്കുന്നത് കണിമംഗലത്തല്ലേ, അതിന് അവൾക്ക് എന്ത് കഷ്ടപ്പാട്? ഇക്കാര്യത്തിൽ അമ്മ അവളെ ന്യായീകരിക്കണ്ട. അമ്മ ഒറ്റപ്പെട്ടു പോവുള്ളൂ. ചേച്ചി എല്ലാവർക്കും ഇഷ്ടമാണ്. ചേച്ചി എല്ലാത്തിനും കൂട്ടുപിടിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണല്ലോ. അപ്പൊ ചേച്ചി പറയുന്നതും ഭഗവാൻ പറയുന്നതും ഒരുപോലെയാണെന്നാ എല്ലാരും ചിന്തിക്കുന്ന. സൂത്രത്തില് ചേച്ചി കാര്യം നടത്തിയെടുക്കാൻ ചെയ്യും. മോളെ, നീ പറയുന്ന കേട്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. എന്റെ കാര്യം അല്ലാന്ന്. ഇതിപ്പോ വരുൺ വിചാരിച്ച മുടക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. രാധിക അഭിനയിക്കണ്ടെന്ന് വരുൺ തീരുമാനിച്ച വരുണിന്റെ കൂട്ടുകാരൻ പിന്നെ അവളെ സിനിമയിൽ അഭിനയിപ്പിക്കൂ. പക്ഷേ വിചാരിക്കണം. സത്യം പറഞ്ഞ ഇതിനിടയിൽ കൃത്യമായ കളി കളിക്കുന്നത് വരുണാ. എങ്ങനെയെങ്കിലും പ്രിയങ്കയെ ദ്രോഹിക്കണം. അതാ വരുണിന്റെ ഉദ്ദേശം. ഉർവശി, ആളി കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട. എണ്ണ ഒഴിക്കേണ്ട ഒരു കാര്യമില്ല മുത്തശ്ശി. ഇത് കണിമംഗലത്തിന്റെ അടിത്തളത്തിൽ തീയുണ്ടാക്കുന്ന കാര്യം. അമ്മ, ചേച്ചി അഭിനയിച്ചോട്ടെ, പേരെടുത്തോട്ടെ. ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം. വരുണിപ്പോ എന്നെ തീരെ ഇഷ്ടമല്ല. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ലാതാവും. അത് കഴിഞ്ഞ് ചിലപ്പോ എല്ലാവരും കൂടി എന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. മോൾ എന്താ പറയുന്നേ? അങ്ങനൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. ഞാനേ രാധിക മോളെ ഒന്ന് വിളിച്ചു നോക്കാം. അവളുടെ തീരുമാനം മാറ്റാൻ ഞാൻ പറഞ്ഞു നോക്കാം. അത് ശരിയാ. അമ്മയെ അവൾക്ക് വലിയ ബഹുമാനമാണല്ലോ. ദൈവത്തിന്റെ സ്ഥാനത്താ കാണുന്നത് എന്നൊക്കെ അവള് പറഞ്ഞിട്ടുമുണ്ട്. അമ്മ പറയുന്നത് അവൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അവള് നല്ല പെൺകുട്ടിയാണെന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ പ്രിയങ്ക പറയുന്ന പോലെ അവള് ഒരു സ്വാർത്ഥയാ. പ്രിയങ്കെ, നീ സമാധാനിക്ക്. അമ്മ കാര്യമായിട്ട് പറഞ്ഞ അവൾ അതനുസരിക്കും. അഥവാ അവൾ അനുസരിച്ചില്ലെങ്കിൽ രാധികയ്ക്ക് കണിമംഗലത്തുള്ള ബന്ധം അതോടെ അവസാനിക്കും. ഈ പടി കയറി അവളെ സമ്മതിക്കരുത്. അതായിരിക്കണം അമ്മയുടെ തീരുമാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.